എറണാകുളത്ത് ഇപ്പൊ വന്ന് നിൽക്കണത്. പണ്ട് എപ്പോഴും വരുമായിരുന്നു, പക്ഷെ ഇപ്പൊ ഭയങ്കര കുറെ പ്രോബ്ലംസ്. ലൈക്ക് എനിക്ക് വണ്ടി ഓടിച്ച് വരാൻ പറ്റത്തില്ല. അപ്പൊ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ ഭയങ്കര പാടാണ്. അപ്പൊ അത് ക്യൂട്ട്നെസ് കാണിക്കാൻ നോക്കിയതാ. നോക്കി എന്റെ സ്വത്തിന് ലൈസൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് ലൈസൻസ് ഇല്ല. ജീവിതം നായി നക്കി എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോ അതും സംഭവിച്ചു. ഈ ഇവിടെ ഷർട്ടിന് വല്ല സ്മെല്ലുണ്ടോ നോക്കി നോക്കി. എന്ത് പ്രഹസനമാണ് സജി. കാരണം ശരിക്കും എന്റെ ലൈസൻസ് കട്ടായ, അതുകൊണ്ടാണ് ഇപ്പൊ ഇവള് ഇപ്പൊ ഇരുന്ന് വണ്ടി ഓടിക്കണത്. പിന്നെ അനുഭവിച്ചോട്ടാ. നീയാണ് സത്തു എന്റെ ഡ്രൈവർ. No, I am your lover. I'm a lover also, fighter also. ഉളുപ്പുണ്ടോ? ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. കണ്ടോ ഗൈസ്, ഇതേപോലത്തെ ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യട്ടെ. കാരണം ഞാൻ എവിടെ വിളിച്ചാലും എന്റെ ഗേൾ ഫ്രണ്ട് എന്നെ കാറി കണ്ടു. ഈ സംസാരത്തിന്റെ ഇടയിൽ അതൊക്കെ ഭയങ്കര ഡിസ്റ്റർബാടാ. കാരണം എനിക്ക് കാർ ഓടിക്കാൻ പറ്റുന്നില്ല. ലവ് യു സത്തു. ഇപ്പൊ പിടിച്ചാൽ നടത്തിക്കൊണ്ട് പോകാം, കുറച്ച് കഴിഞ്ഞാൽ ചങ്ങല കിടേണ്ടി വരും. എന്നാലും നമ്മുടെ ജോലി നമ്മൾ ചെയ്യണം ഗൈസ്. കാരണം എനിക്ക് അത് ചെയ്താലും എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ സീറ്റിൽ ഇരുന്നില്ലേലും ഞാൻ ഈ സീറ്റിൽ ഇരുന്ന് ഞാൻ വ്ലോഗ് ചെയ്യും ഫോർ യു ഗൈസ്. നീ എനിക്ക് പുല്ല് വിലയിലൂടെ തരുന്നത് പുല്ല് വില. ഞാൻ കൊണ്ടുപോകും നിന്നെ. എവിടെ പോണ്ട? ഞാൻ കൊണ്ടുപോകും എന്റെ സ്വത്തിനെ. വാ നമുക്ക് അങ്ങ് മണാലി പോയല്ലോ. അത്രയും വേണം സ്വത്ത് നമുക്ക്. ഞാനും കൂടെ കൂടട്ടെ കളിക്ക്. സത്യം പറഞ്ഞ ഗൈസ്, ഇപ്പോഴാണ് ഞാൻ ലൈസൻസിന്റെ വില എന്ന് അറിയുന്നത്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ, പറഞ്ഞാൽ അനുസരിക്കൂലല്ലോ. അനുഭവിക്കുക. ലൈസൻസ് ശരിക്കും ലൈഫ് ലോങ് RTO ഒക്കെ കട്ടാക്കിയിരിക്കുകയാണ്. നീ അന്ന് നോവിച്ച് വിട്ടത് ഒരു പാമ്പിനെയാണ്. സത്യം പറഞ്ഞാൽ അവരെ കുറ്റപ്പെട്ട് കാര്യമില്ല. എന്റെ ഭാഗത്ത് റോങ് ഉണ്ട്. ഞാൻ തെറ്റ് തന്നെയാണ് ചെയ്തത്. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഞാൻ അംഗീകരിക്കുന്നുണ്ട്. എനിക്ക് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യത്തില്ല. ഞാൻ ആന പിടിച്ചാ കിട്ടൂ. സത്യം പറഞ്ഞാൽ ഒട്ടും ഈ ഒരു നിയമം ഇങ്ങനെ ലംഘിക്കണമെന്ന് മനഃപൂർവ്വം ഉള്ളൊരു ഉദ്ദേശത്തിലൊന്നും അല്ല ഒരിക്കലും ഞാൻ ചെയ്തത്. നീ ഒന്നും പണയണ്ട. ലൈസൻസ് ഇപ്പൊ എന്റെ കട്ടായി അല്ലെങ്കിൽ എന്റെ ഇപ്പൊ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത്. ഈ തിരിച്ചറിവ് എന്നെ ഉന്നതിയിലെത്തിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ലൈസൻസ് വേണം, ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ വിളിക്കണ്, ചീത്ത വിളിക്കണ്, പേഴ്സണൽ മെസ്സേജ് അയക്കണ്, കമന്റ് ചെയ്യണ്, ട്രോൾ ഉണ്ടാക്കണ്. സന്തോഷത്തിലൂടെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഇനി അങ്ങോട്ട് അടിപൊളി മാരക കണ്ടന്റ്സ് ഒക്കെ ആയിരിക്കും ഗൈസ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്റെ പൊന്നോ വേണ്ട. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. പ്ലീസ് ഗൈസ്, പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പോകുന്നു. ബൈ ബൈ.